ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസ്റാസ് ക്രിയേഷൻസ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമായ അച്ചപ്പമാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി, കോഴിമുട്ട, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, പഞ്ചസാര, കറുത്ത എള്ള്, ഉപ്പ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യുക. വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്തിരിക്കുന്ന കോഴിമുട്ട, പഞ്ചസാര, ഉപ്പ്, എള്ള് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ മാവ് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കുക. അതിനുശേഷം അച്ചപ്പത്തിൻ്റെ അച്ച് ആ എണ്ണയിലിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുക. ഇനി ഇത് ഈ മാവിൽ ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, മുഴുവനായിട്ടും ഡിപ്പ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എണ്ണയിൽ ഇട്ട് നല്ലവണ്ണം ഇളക്കുക. അപ്പോൾ അതിൽ നിന്നും ആ മാവ് വേറിട്ട് പോരുന്നതാണ്. എങ്ങനെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുക. ഓരോ പ്രാവശ്യവും അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അത് എണ്ണയിൽ നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷമേ ഈ മാവിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചപ്പം റെഡിയായി. വളരെ ഈസി ആയിട്ടുള്ള ഈ അച്ചപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് അച്ചപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.